സമസ്തയുടെ 6ാമത് വാർഷിക മഹാസമ്മേളനം 1933 മാർച്ച് 5-നാണ് ഫറോക്കിൽ വെച്ച് നടക്കുന്നത്. ആ ഫറോക്ക് സമ്മേളനത്തിൽ വെച്ച് ശ്രദ്ധേയമായ 15 പ്രമേയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. 15 പ്രമേയങ്ങളിൽ 5ാമത്തെ പ്രമേയമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ നിങ്ങൾ. നമ്മുടെ പണ്ഡിതന്മാരുടെ ദീർഘവീക്ഷണം എത്രത്തോളമാണെന്ന്. ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ പോലും പഴയകാലത്തെ ഉലമാക്കളെടുത്ത തീരുമാനങ്ങളിൽ ഇപ്പോഴും നെല്ലും പതിരും വേർതിരിക്കാൻ ആവശ്യമായ മരുന്നുകൾ കൃത്യമായി അതിൽ പ്രയോഗിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 5ാമത്തെ പ്രമേയം മദ്രസകളിൽ ഗുരുനാഥന്മാരെ നിശ്ചയിക്കുമ്പോൾ സുന്നികളാണെന്ന് ഉറപ്പുവരുത്തണം എന്നതാണ്. ഇന്നത്തെ കാലത്ത് നിന്നത് പറയുമ്പോൾ നമുക്ക് ചിത്രം കൂടുതൽ വ്യക്തമാണ്. സുന്നിയേതര വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയ സ്രോതസ്സിന്റെ അടിത്തറയിൽ നിന്ന് വളർന്നു വന്ന വിദ്യാഭ്യാസ സമുച്ചയങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴാണ് ഇവിടെ അനൈക്യത്തിന്റെ ഒരു വിഭാഗീയ പ്രവർത്തനങ്ങളുടെ കൂടുതൽ ആഴത്തിലേക്ക് ഈ സമുദായം പോകേണ്ട സാഹചര്യം ഉണ്ടായത്. ജമാഅത്തെ ഇസ്ലാമിയുടെ അതുപോലെ മുജാഹിദ് വിഭാഗത്തിന്റെ ആശയങ്ങൾ നെഞ്ചേറ്റുന്നവരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേര് പറഞ്ഞുകൊണ്ട് അതിന്റെ വളർത്തുള്ള ഭൂമിക ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളർന്നു വന്ന CIC ആ പ്രസ്ഥാനത്തിലേക്ക് ഇതര വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൊണ്ടുവരികയും അവരുടെ ആശയങ്ങൾക്ക് അനുസൃതമായ നിലയ്ക്ക് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം അതുപോലെ വിദ്യാർത്ഥികളൊക്കെ കടന്നു പോകുമ്പോൾ തലമുറകൾ വഴിതെറ്റി പോകുമോ എന്ന് തോന്നിയപ്പോഴാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടത്. സുഹൃത്തുക്കളെ, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിച്ച സമസ്ത ശതാബ്ദി സന്ദേശയാത്ര കാസർഗോഡ് എത്തിയപ്പോൾ അവിടെ നൽകിയ സ്വീകരണത്തിലുള്ള ഒരു പ്രസംഗത്തിലെ ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇതിലെ കുറഞ്ഞ ഭാഗം കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കും. അതുപോലെ തന്നെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ പഴയ പ്രസംഗത്തിലുള്ള ചില പ്രധാനപ്പെട്ടത് എന്ന് എനിക്ക് തോന്നിയ ചില വിഷയങ്ങളും കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കും. എന്തായാലും വളരെ സന്തോഷം തോന്നിയ ഓരോ നിമിഷങ്ങളാണ് ആ യാത്രയിൽ കണ്ടതൊക്കെ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ പലയിടത്തും അവരുടെ യാത്രയിൽ വിളിച്ചു പറയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സന്തോഷം തോന്നാനുള്ള പ്രധാന കാരണമായി എനിക്ക് തോന്നിയത്. എന്തായാലും അൽഹംദുലില്ലാ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ഏവരുടെയും പ്രാർത്ഥന. പിന്നെ ഇവിടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, 1933 അന്ന് ഫറോക്കിൽ നടന്ന ആ സമ്മേളനത്തിൽ 15 പ്രമേയങ്ങൾ പാസ്സാക്കുകയും അതിന് 5ാമത്തെ പ്രമേയമായിട്ട് പറയുന്നത് സുന്നി അധ്യാപകരായിരിക്കണം നമ്മുടെ സ്ഥാപനങ്ങളിൽ അധ്യാപകരായിട്ട് വരേണ്ടത് എന്നുള്ളത്. അങ്ങനെ പാസ്സാക്കിയ ആ സമസ്തയുടെ സ്ഥാപനങ്ങളിൽ CIC എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിൽ പോലും വഹാബികള് മൗദൂദികൾ കയറിക്കൂടിയപ്പോൾ അത്തരത്തിൽ സമസ്തയിൽ വരുന്ന വിദ്യാർത്ഥികളൊക്കെ വഴിപഴിച്ചു പോകും എന്നുള്ള ഒരു സാഹചര്യം എത്തിയ സമയത്താണ് സമസ്ത അതിൽ ഇടപെട്ടു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇനി അദ്ദേഹം അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അതുകൂടി നിങ്ങൾ ഞാൻ കേൾപ്പിക്കാം. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ നേതൃത്വം നൽകിയ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് അതിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നവർക്ക് പിന്നെ അവരുടെ പ്രവർത്തനങ്ങളിൽ വൈകല്യങ്ങൾ കടന്നു വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ സമസ്തയാണ് പറയുന്നത്, ഉലമാക്കളാണ് പറയുന്നത്, കേവലം ഒരു പറച്ചിലല്ല, അന്വേഷണ സമിതിയെ മുന്നിട്ട് വെച്ചുകൊണ്ട് പരിശോധിച്ച് പഠിച്ചതിന്റെ ശേഷമാണ്. അതുകൊണ്ടാണല്ലോ ഇവിടെയുള്ള പ്രഭാഷകന്മാർ മുഴുവനും പറഞ്ഞത് കാലത്തിന്റെ ഇന്ന് വരെയുള്ള സമസ്തയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ എടുത്ത തീരുമാനങ്ങളിൽ നിന്നൊന്നും പോലും തിരുത്തേണ്ടി വന്നിട്ടില്ലെന്ന് പറയാനുള്ള കാരണം അത്രമേൽ സൂക്ഷ്മവും സ്ഥൂലവുമായി പരിശോധിച്ചതിന് ശേഷമേ സമസ്ത ഒരു വിഷയത്തിൽ നിലപാട് പറയുകയുള്ളൂ. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ആശയവ്യതിയാനം സംഭവിക്കുന്നെന്ന് പറഞ്ഞു. ഇല്ല എന്ന് പറഞ്ഞതിനെ തർക്കിക്കാൻ ശ്രമിച്ചവരുടെ നാക്കിൽ നിന്ന് തന്നെ ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് കമ്പാരിറ്റീവ്ലി മതങ്ങൾ അതിനെക്കുറിച്ച് താരതമ്യേന പഠനം നടത്തി അവരുടെ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നൽകുന്ന അത്രമേൽ വിശാലമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് തങ്ങളുടേതെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ കുഫ്രിയത്തിലേക്കും രിദ്ദത്തിലേക്കും വരെ പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിനെ നഖശിഖാന്തം എതിർക്കുന്ന സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല അദ്ദേഹം തന്നെ പറയാണ്, പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള് അതുപോലെ തന്നെ ഹൈദർ അലി ശിഹാബ് തങ്ങള് ഒക്കെ നേതൃത്വം നൽകിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തില് അതിന്റെ അണിയറയിൽ പ്രവർത്തിച്ചിരുന്നവരുടെ വൈകല്യം കടന്നു വരുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ ആ സമസ്ത EK വിഭാഗം അത്രയും ഒരു ഡേഞ്ചർ അവസ്ഥയിൽ എത്തിയിട്ടാണ് അവര് ഇതിനെ എതിർത്തത് എന്നാണ് പറയുന്നത്. എന്തായാലും CIC അത്രയും വലിയ അപകടകരമായിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് എന്ന് EK വിഭാഗത്തിന്റെ വേദിയിൽ അവരുടെ സമസ്ത ശതാബ്ദി സന്ദേശ റാലിയില് ഇദ്ദേഹം തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ പറയാണ്. ഈ സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം എങ്ങനെ രൂപീകരിച്ചതാണ്, ഇവിടെ എങ്ങനെയാണ് ഈ ലിബറൽ ചിന്താഗതികളും അതുപോലെ തന്നെ മഹ്ദൂദിയൻ ചിന്തകളൊക്കെ നമ്മളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്തിയത്, അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കേണ്ടതും വിലയിരുത്തേണ്ടതും. എങ്ങനെ അത് EK വിഭാഗത്തിന് അതിനടിമപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ്. ഇവിടെ ഇദ്ദേഹം പ്രസംഗിക്കുന്നതിനിടയ്ക്ക് ഒരാള് ആ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ധീരനായകൻ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നീരനായകൻ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവാണ് വേദിയിലേക്ക് വരുന്നത്. അദ്ദേഹത്തിനെ ആ രീതിയിലാണ് പരിചയപ്പെടുത്തിയത്. ഇനി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് SKSSFന്റെ 25ാം വാർഷിക സമയത്ത് അദ്ദേഹം പ്രസംഗിച്ചതിലെ ഒരു ചെറിയ ഭാഗം ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാം. പലരും പറഞ്ഞിരുന്നു SKSSF രൂപീകരിക്കുമ്പോൾ അതൊരു വേറൊരു സംഘടനയാണ്, അത് നിങ്ങൾക്ക് ഇങ്ങനെ പിഴുതുമാറ്റാൻ സാധിക്കുമെന്ന്. പക്ഷേ സത്യത്തിന്റെ പിൻബലം അപ്പുറത്തെ പ്രസിഡന്റ് ആയിരുന്ന പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഇപ്പുറത്ത് നമ്മോടൊപ്പം നിന്നു. അപ്പുറത്ത് ജനറൽ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ ബഹാവുദ്ദീൻ കൂരിയാട് നമ്മോടൊപ്പം നിന്നു. അപ്പുറത്ത് അഡ്വൈസറി ബോർഡ് ചെയർമാൻ ആയിരുന്ന ഷംസുൽ EK ഉസ്താദ് നമ്മുടെ ഒപ്പത്തിനൊപ്പം നമുക്ക് വേണ്ടി നിന്നു. അപ്പുറത്ത് അഡ്വൈസറി ബോർഡ് കൺവീനറായിരുന്ന ഉസ്താദ് KT മോനിൻ സിയാർ നമ്മോടൊപ്പം നിന്നു. അപ്പുറത്ത് SSFന്റെ ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടി കൺവീനർ സ്ഥാനം അലങ്കരിച്ചിരുന്ന AV അബ്ദുറഹ്മാൻ ഫൈസ് ഉൾപ്പെടെയുള്ള ആളുകൾ നമുക്ക് കരുത്തു പകർന്നു. ഇവരുടെ ആത്മീയമായ പിൻബലത്തോടുകൂടി ഇന്നലകളിൽ കടന്നുപോയ ആരണീയരായ ഒരു 100 കൂട്ടം പണ്ഡിതന്മാർ, വന്ദരായ സാദാത്തുക്കൾ, ഗുരുവരന്മാർ, ഞാൻ പറയട്ടെ സഹോദരന്മാരെ, 25 വർഷക്കാലം ഒരു സംഘടന പ്രവർത്തിച്ചാൽ
ആ സംഘടനകളിൽ മുറിവുറുപ്പുണ്ടായില്ലേ? 25 വർഷക്കാലം ഒരു സംഘടന, ഒരു മാതൃസംഘടന കീഴിൽ പ്രവർത്തിച്ചാൽ സ്വരച്ചേർച്ച കുറയുണ്ടാകില്ല, എന്തെങ്കിലും സ്വരച്ചേർച്ചയ്ക്ക് ഭംഗം വരില്ലേ? പക്ഷേ ഈ ഇരിക്കുന്ന ആദരണീയരായ ഞങ്ങളുടെ നേതാക്കന്മാർ സാക്ഷി, ഇന്നത്തെ വിദ്യാർത്ഥി സംഘടനയുടെ SKSS നേതൃത്വം സാക്ഷി. ഇദ്ദേഹം ഈ പ്രസംഗം നടത്തുന്നത് SKSFന്റെ 25ാം വാർഷിക സമയത്താണ്. അപ്പോ അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, SKSFന്റെ ആ തുടക്കകാലത്ത് SSFന്റെ ഒപ്പം ഉണ്ടായിരുന്ന പല ആളുകളും ഇന്ന് SKSFന്റെ ഒപ്പാണ് പിന്നീട് വന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതില് പ്രധാനമായിട്ടും പറയുന്ന ചില പേരുകൾ, അതിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ബഹാവുദ്ദീൻ നദ്വി ഉണ്ട്. ഈ ബഹാവുദ്ദീൻ നദ്വി ഇന്നിപ്പോ എവിടെ എന്നുള്ളത് കൂടി ഒന്ന് വിലയിരുത്തുന്നത് നന്നാവും. അതുപോലെ തന്നെ ശംസുൽ ഉലമ EK ഉസ്താദ് ഉണ്ട്. അതുപോലെ തന്നെ ഹൈദർ അലി ശിഹാബ് തങ്ങളുണ്ട്. ഇവരെയാണ് ഇപ്പൊ നമുക്ക് അറിയുന്ന പേരുകൾ. പിന്നെയും കുറെ പേരുകൾ അതിലുണ്ട്, എനിക്ക് അത്തരത്തിന് പരിചയമില്ല ആ പേരുകളൊന്നും. അവരൊക്കെ AP വിഭാഗത്തിന്റെ ഒപ്പമായിരുന്നു, SSF പ്രവർത്തിച്ചിരുന്നു. പിന്നീട് അവര് SKSF രൂപീകരിച്ചു. പ്രവർത്തനങ്ങൾ ആ രീതിയിൽ പോയപ്പോൾ ഇതിനൊപ്പം ചേർന്ന് നിന്നു എന്നാണ് പറയുന്നത്. അപ്പോ സമസ്ത, യഥാർത്ഥ സമസ്ത AP വിഭാഗത്തിന്റെ ഒപ്പമാണ് എന്നുള്ളതാണ് ഞാനിവിടെ മനസ്സിലാക്കുന്നത് ഇതിൽ നിന്ന്. ഇപ്പൊ സമസ്തയുടെ സ്ഥാപനങ്ങളും മറ്റും പല ആളുകളും കൊണ്ടുപോയിട്ടുണ്ടാവും, പക്ഷെ ആദർശം എവിടെയാണ് എന്ന് ഇവിടെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ആദ്യകാലത്തൊക്കെ AP ഉസ്താദിന്റെ ഒപ്പമായിരുന്നു EK ഉസ്താദി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ശരിവെക്കാണ് ഇവിടെ അബ്ദുൽ ഹമീദ് ഫൈസി ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം ചോദിക്കാണ്, അന്ന് SKSFന് 25 വയസ്സായിട്ടുള്ളൂ, ഇതുവരെ നമ്മിൽ തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. യാതൊരു തർക്കങ്ങളും ഉണ്ടായിട്ടില്ല, യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ബാക്കിയും കൂടി കുറച്ച് ഞാനൊന്ന് കേൾപ്പിക്കാം. അന്ന് SKSS 25 വർഷക്കാലം മുമ്പ് രൂപീകരിക്കുമ്പോൾ അന്ന് നേതൃത്വം നൽകിയിരുന്ന ആളുകൾ, ഇന്ന് വരെ 25 വർഷക്കാലം നേതൃത്വം നൽകിയിരുന്ന ആളുകൾ, ഭാരവാഹികൾ ഒരേ മനസ്സോടുകൂടി ഇന്ന് വരെ SKSS ഭാരവാഹികൾ ഒപ്പം നിന്ന് ഒറ്റവരുമയായി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച പാരമ്പര്യം. മാത്രമല്ല, ഈ 25 വർഷക്കാലത്ത് പാലക്കാട് സയ്യിദുമാരിൽ ഒരാൾ, നിങ്ങൾ ആ പറഞ്ഞ പ്രസ്താവന ശരിയായില്ല, അല്ല നിങ്ങൾ അങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു, ഒരു തിരുത്ത് നമുക്ക് നടത്തേണ്ടി വന്നിട്ടില്ല. അഭിമന്യരായ സമസ്തയുടെ ഭൂപരന്മാർ, മക്കളെ നിങ്ങൾ ആ രീതി ശരിയല്ല എന്നൊരു സമീപനം ഒന്ന് പ്രകടിപ്പിക്കാൻ പോലുള്ള പ്രവർത്തനം പോലും SKSS 25 വർഷക്കാലത്തെ ചരിത്രത്തിന്റെ പിൻചരിത്രത്തിൽ നടന്നു പോകാതെ ഈ ആത്മീയ പിൻബലത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഈ ഒരേ ഒരു മനസ്സുള്ള ഈ ആത്മാവുകളുടെ ഉടമകളായ യഥാർത്ഥ വിശ്വാസികളായ ഒരു കൂട്ടം സഹോദരന്മാരാണ് നമ്മുടെ പ്രത്യേകത. നമുക്ക് ആത്മീയമായ പിൻബലമുണ്ട്. ഈ പിൻബലം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ, ഈ ശക്തി നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ, ഏത് വിഭാഗം മറുവിഭാഗം ഉണ്ടല്ലോ, നമുക്കതിൽ ഏത് കുതന്ത്രം പ്രയോഗിച്ചാലും, ഏത് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചാലും, ഏത് പിണച്ചാക്കളും ഒളിച്ചാക്കളും അടക്കി തിരിച്ചാലും ഈ സംഘത്തിന് ചുക്കും ചെയ്യാൻ സാധ്യമല്ല എന്ന് ഞാൻ പ്രിയപ്പെട്ട പൊന്നുകന്മാരെ സാക്ഷി പറയുകയാണ്. ഇത് 25ാം വാർഷിക സമയത്താട്ടോ SKSFന്റെ. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇന്നേക്ക് എത്ര വർഷമായിട്ടുണ്ടാവും? ഈ വർഷമായപ്പോഴേക്ക് എന്താണ് അവസ്ഥ? ഇവര് പിന്നെ തമ്മിൽ ഒരു തർക്കം ഉണ്ടായിരുന്നില്ല അത്രേ, ഇപ്പൊ തർക്കം ഉണ്ടോ ഇല്ലേ? 25 വർഷം വരെ ഈ പ്രസംഗിക്കുന്ന സമയത്ത് വരെ അവരൊക്കെ അന്ന് മുതൽ അതുവരെയും ഐക്യത്തിലാണ് പോയിരുന്നത്. ഒരു തർക്കം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. എങ്കിൽ അവിടെ നിങ്ങളുടെ കൂട്ടി വെക്കണം, തർക്കങ്ങൾ ഉണ്ടായിട്ടില്ലേ? പിന്നെ അന്ന് അദ്ദേഹം പറഞ്ഞത് പാണക്കാട് സയ്യിദന്മാര് ചെയ്യുന്നത് ശരിയല്ല എന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. എങ്കിൽ ഇപ്പൊ പറയുന്നുണ്ടോ ഇല്ലേ? ഇന്നും അവരെ ഫോളോ ചെയ്തുകൊണ്ടുള്ള ആളുകൾ, അവരുടെ കുട്ടികളൊക്കെ പഠിക്കുന്ന ഓരോ സമ്പ്രദായങ്ങളും സിസ്റ്റങ്ങളൊക്കെ ഇന്ന് സുന്നികളുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ തനതായ ആശയത്തിലും ആദർശത്തിലും ആ സമ്പ്രദായത്തിലേക്ക് നീങ്ങുന്ന ഒരു വിദ്യാഭ്യാസ വിപ്ലവമൊക്കെ വലിയ രീതിയിൽ നടത്തുന്ന ഒരു പ്രസ്ഥാനത്തെ എങ്ങനെങ്കിലും ഇല്ലാണ്ടാക്കണം. അതിനുവേണ്ടി പല കളികളും ഇവിടെ കളിച്ചു, പല ആളുകളെയും കൂട്ടിപ്പിടിക്കാൻ നോക്കി, പല ശ്രമങ്ങളും നടത്തി. പക്ഷെ അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമായിരുന്നു. ആർക്കും അതിനെ തടഞ്ഞു നിർത്താൻ ഇപ്പോഴും സാധിക്കൂല. പല ആളുകളുണ്ടല്ലോ, വൈകുന്നേരം ആയാല് കെട്ടുമാറാപ്പൊക്കെ എടുത്ത് വേദികൾ വെച്ച് ഇപ്പോഴും ഈ പണ്ഡിതന്മാരെ തെറി പറഞ്ഞു നടക്കുന്നു. എന്നിട്ട് എന്താ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? ആർക്കെങ്കിലും ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ പറ്റുന്നുണ്ടോ? അള്ളാഹു ഉയർത്താൻ വിചാരിച്ചാൽ ആർക്കും തകർക്കാൻ സാധിക്കില്ല. അതാണ് നമ്മൾ ഓരോന്നിനും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സമസ്ത EK വിഭാഗത്തിന്റെ ഇപ്പോഴത്തെ വലിയ ആദർശങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നി പോകുന്നുണ്ട്. എങ്കിലും ഞാൻ എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തിനാണ് സമസ്ത AP EK എന്ന രണ്ട് വിധമായിട്ട് മാറിയത് എന്ന്. ഈ ആദർശം തന്നെയല്ലേ ഇരു വിഭാഗം പറഞ്ഞത്, പിന്നെ എന്തിനാണ് അന്ന് രണ്ടായത് എന്നുള്ളത്. പക്ഷെ അന്ന് സമസ്ത EK വിഭാഗം വഹാബികളെയും മൗദൂദികളൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്ന് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതും മനസ്സിലാക്കിയതുമായ ചില കാര്യങ്ങൾ. ഞാനൊക്കെ കുട്ടിക്കാലത്താണ് ഈ SKSFന്റെ ദശവാർഷിക പരിപാടി നടക്കുന്നത്. കുറ്റിപ്പുറത്താണ് ഈ പരിപാടി നടന്നത്. അന്നൊക്കെ സാക്കിർ നായിക് എന്ന് പറയുന്ന ഒരാളെയാണ് അവിടെ മുഖ്യ അതിഥിയായിട്ട് അവർ കൊണ്ടുവന്നിരുന്നത്. നോക്കണേ നിങ്ങൾ, സമസ്ത എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയിലെ പരിപാടിയിലേക്ക് സാക്കിർ നായികനെ. അതുപോലെ തന്നെ സംസ്ഥയുടെ മറ്റൊരു വലിയ ഒരു വാർഷികം നടന്നപ്പോൾ ആ ഒരു പത്രത്തിലെ റിപ്പോർട്ട് വരെ ഉണ്ടായി. ആ വാർഷികം എത്രാമത്തെ വാർഷികം എന്നറിയില്ല. EK വിഭാഗം നടത്തിയ ഒരു വാർഷിക സമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമിന്റെ നേതാക്കന്മാരൊക്കെയാണ് ആ വേദിയിലേക്ക് സ്വീകരിച്ചിരുന്നത്. പഠിച്ചോണ്ടാക്കട്ടെ. ഇപ്പൊ ഒക്കെ തിരിച്ചറിഞ്ഞു, ഇപ്പൊ കാര്യങ്ങൾ അറിഞ്ഞു. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ഉറക്കെ പറിച്ചിട്ട് തുടങ്ങി.
അപ്പോ എന്തൊക്കെയായിരുന്നു അന്ന് കാന്തപുരം ഉസ്താദിനെതിരെ ഇവരൊക്കെ പറഞ്ഞിരുന്നത്, അതേ കാര്യങ്ങൾ ഇപ്പൊ അവർക്കും തിരിച്ചു കിട്ടിയിരിക്കുന്നു. അന്ന് അരിവാൾ സിംഗികളാക്കി, ഇന്നിപ്പോ എന്തായി, അതേ രീതിയിൽ അവർ മരവാൾ സിംഗികളായി. അന്നെന്തായി, കമ്മ്യൂണിസ്റ്റ് മൗലാനായിരുന്നു, ഇപ്പൊ ഇവരെന്തായി, സഖാവായി, സഖാവ് ഉമർ ഫൈസി. അതാണ്. പിന്നെന്താണ് ഈ ഹമീദ് ഫൈസി, വേറെ ഹമീദ് സഖാവ്. ഇതൊക്കെ ഇപ്പൊ ഇവർ കേൾക്കേണ്ടി വരികയാണ്. അന്ന് എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഇപ്പൊ അടുത്ത ദിവസം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു പത്രത്തിന്റെ ഒരു SKSSFന്റെ 2005 മാർച്ച് 16:31 ഇറങ്ങിയ മുജീബ് ഫൈസി പുല്ലോട് സമുദായത്തെ കുരുത്തി കൊടുക്കാൻ ഒരു ചുവപ്പൻ മൗലാന എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലേഖനം. എങ്കിൽ ഇവരുടെ ഈ ശതാബ്ദി സന്ദേശയാത്രയില് ജിഫ്രി മുത്തുകോയ തങ്ങൾ ഇരിക്കുന്നത് കാണുന്നത്. അന്ന് ആ വിളിച്ച അതേ ആള് എന്തിനാണോ ചുവപ്പൻ മൗലാന എന്ന് വിളിച്ചത്, എന്തിനായിരുന്നു, ആ പിണറായി വിജയനെ അവിടെ മർക്കസിലേക്ക് വിളിച്ചതിനാ. അതേ പിണറായി വിജയനുമായിട്ട് ഒരുമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോസാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി ഇത് മാത്രമല്ല, ഈ പരിപാടിയുടെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്ത ആരാണ്? അത് പിന്നെ പിണറായി വിജയന്റെ വരുവാനായിരിക്കുന്ന റിയാസ്, അവനും സഖാവല്ലേ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സുപ്രഭാതത്തിന്റെ ഗൾഫ് ബ്യൂറോ ഉദ്ഘാടനം ചെയ്ത ആരാണ്? ഇതേ മരുമോനല്ലേ. അപ്പൊ അന്ന് സഖാക്കൾ അങ്ങനെ ചുവപ്പൻ മൗലാന ഇങ്ങനെ എന്ന് പറയുന്ന അതേ ആളുകളൊക്കെ ഇന്ന് അതേ കാര്യങ്ങൾ ഏറ്റുപിടിച്ചു, അതേ സഖാക്കൾക്ക് ഒപ്പം നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ കാന്തപുരം ഉസ്താദ് കാര്യങ്ങൾ കിട്ടുന്നവരേക്ക് അവർ സഹായങ്ങൾ ചെയ്തു കൊടുക്കും. ലീഗിന്റെ ഭാഗത്ത് നിന്നൊക്കെ ആദ്യം അവഗണനകൾ മാത്രമായിരുന്നു. അന്ന് ഇവരെ ചേർത്ത് പിടിക്കാൻ ഒരുപാട് ഇടതുപക്ഷത്തിന്റെ ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവരോട് ചേർന്ന് നിന്നിട്ടുണ്ട്, ഞാനടക്കം പല വിഷയങ്ങളിലും അതുണ്ടായിട്ടുണ്ട്. അല്ലാതെ ഞങ്ങളാരും സഖാക്കളായിട്ടില്ല. ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ മെമ്പർഷിപ്പ് നമ്മളാരും എടുത്തിട്ടില്ല. നമുക്കത് വേണ്ടേ. നമ്മളെ സഹായിക്കുന്നവരെ തിരിച്ചു സഹായിക്കും. അത് തന്നെയാണ് നമ്മളെ എവിടെയും ശിഷ്ടമുള്ളത്. നമ്മളോട് കൂടെ നിൽക്കുന്നവരോട് കൂടെ നിൽക്കും, ഒപ്പം നിൽക്കും. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.